നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. നമ്മൾ കാത്തിരുന്ന ബ്രസീൽ മൊറോക്കോ പോരാട്ടം സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം അടിച്ചു. രണ്ട് ടീമുകളും ആദ്യ പകുതിയിൽ തന്നെയാണ് ഗോളുകൾ അടിച്ചത്. 21ാമത്തെ മിനിറ്റിൽ സായിബറിയിലൂടെ മൊറോക്കോ മുന്നിലെത്തി. എന്നാൽ 10 മിനിറ്റിന് ശേഷം 31ാമത്തെ മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിനെ ഒപ്പം എത്തിച്ചു. കളി മൊറോക്കോയാണ് ആദ്യം ആക്രമണ ശൈലിയിൽ തുടങ്ങിയത്. ആദ്യ കുറേ മിനിറ്റുകൾ മൊറോക്കോയുടെ ആധിപത്യമായിരുന്നു. തുടരെ ആക്രമണങ്ങൾ അവർ നടത്തി. 23ാമത്തെ മിനിറ്റിൽ ഹൈഡ്രേഷൻ ബ്രേക്ക് വരെ മൊറോക്കോ ആ കളി തുടരുകയും ഒരു ഗോൾ അടിക്കുകയും ചെയ്തു. ഈ ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷമാണ് ബ്രസീൽ കുറേ കൂടി നല്ല കളി കളിച്ചു തുടങ്ങിയത്. അതിൻ്റെ ഫലം കാണുകയും ചെയ്തു. 31ാമത്തെ മിനിറ്റിൽ ഈ ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം ഏഴാമത്തെ മിനിറ്റിൽ തന്നെ അവർ ഗോൾ തിരിച്ചടിച്ചു. ബ്രസീൽ തുടങ്ങിയത് സ്റ്റാർട്ടിംഗ് ലൈനപ്പ്, ആദ്യത്തെ പ്ലേയിങ് 11 തുടങ്ങിയത് ആലിസൺ ഗോൾ കീപ്പറായും, ഇബനസ്, മാർക്കിഞ്ഞോസ്, ഗബ്രിയേൽ, സാന്റോസ്, കാസമിറോ, ഗിമേറസ്, റാഫിഞ്ഞ, പക്കേറ്റ, വിനീഷ്യസ് ജൂനിയർ, ഇഗോർ തിയാഗോ, ഇങ്ങനെ 11 കളിക്കാരെ വെച്ചാണ് ബ്രസീൽ തുടങ്ങിയത്. തീർച്ചയായിട്ടും മൊറോക്കോ തന്നെയാണ് ആക്രമണത്തിൻ്റെ ശൈലിയിൽ തുടങ്ങുകയും തുടർച്ചയായി ആക്രമണങ്ങൾ കൊണ്ടുവരികയും മുന്നേറ്റം നടത്തുകയും ചെയ്തത്. അവർ ആദ്യ ഗോൾ അടിച്ചതിന് ശേഷം അധികം വൈകാതെ തന്നെ രണ്ടാമത്തെ ഗോളും അടിക്കേണ്ടതായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. എന്നാൽ രണ്ട് ഗോളുകളും ബ്രസീലിൻ്റെയും മൊറോക്കോയുടെയും മികച്ച ഗോളുകളായിരുന്നു എന്ന് പറയാതെ വയ്യ. മൊറോക്കോയുടെ സായിബറിയുടെ അതിഗംഭീര ഗോളായിരുന്നു. ഗോളി ബ്രസീൽ ഗോൾ കീപ്പർ ആലിസന്റെ തലയ്ക്കു മീതെ ചിപ്പ് ചെയ്തിട്ട ഗോൾ അതിഗംഭീര ഗോളായിരുന്നു. എന്നാൽ ഇതിലും മികച്ച ഗോളായിരുന്നു വിനീഷ്യസ് ജൂനിയർ 31ാമത്തെ മിനിറ്റിൽ ബ്രസീലിന് വേണ്ടി നേടിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആയിരുന്നു. വിനീഷ്യസ് ജൂനിയറിന്റെ ഒറ്റയ്ക്കുള്ള ഒരു മാജിക് കൊണ്ടാണ് ബ്രസീൽ ഗോൾ തിരിച്ചടിച്ചത്. പിന്നീട് അങ്ങോട്ട് ഇരു ടീമുകളും തുല്യ നിലയിൽ കളിച്ചു. രണ്ട് പകുതിയിലായിട്ട് 31ാമത്തെ മിനിറ്റിന് ശേഷം ബ്രസീൽ ഗോൾ അടിച്ചതിന് ശേഷം ഇരു ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളടിച്ചു. രണ്ടാമത്തെ പകുതിയിൽ ഏതാണ്ട് 78 മിനിറ്റിന് ശേഷമൊക്കെ തുടർച്ചയായി 2-3 അവസരങ്ങൾ ബ്രസീലിന് നല്ല അവസരങ്ങൾ കിട്ടിയിരുന്നു. പക്ഷേ അവർക്ക് ഗോളടിക്കാൻ പറ്റിയില്ല. പക്കേറ്റയ്ക്ക് കിട്ടി, അതുപോലെ തന്നെ തിയാഗോയ്ക്ക് കിട്ടി. ഒക്കെ അവസരങ്ങൾ അവർക്ക് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. എന്തായാലും ആദ്യ മത്സരം ആഞ്ചലോട്ടിയുടെ കീഴിൽ ലോകകപ്പിലെ ആദ്യത്തെ മത്സരം ബ്രസീൽ സമനിലയിലാക്കിയിരിക്കുന്നു. നല്ല കളി രണ്ട് ടീമും കളിച്ചു. തുല്യതയുള്ള കളിയായിരുന്നു എന്ന് പറയാതെ വയ്യ. എന്തായാലും ഇരു ടീമുകളും ഓരോ പോയിന്റ് നേടി സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു.